രാജാവിന്റെ മകൾക്ക് കല്യാണപ്രായമായി. രാജാവിന് ഏറ്റവും ധൈര്യശാലിയായ ആൾ തന്നെ വേണം തന്റെ മകൾക്ക് ഭർത്താവായിട്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്യാണ്, ഒരു മത്സരം വിളംബരം ചെയ്യാൻ പ്രഖ്യാപിക്കുകയാണ്. മത്സരം ഇങ്ങനെയാണ്: ആഴ്ചകളായിട്ട് ഭക്ഷണം കൊടുക്കാത്ത വലിയ ഭീകരന്മാരായ മുതലകളുള്ള ഒരു വലിയൊരു കുളം, നല്ല ആഴവും പരപ്പുള്ള ഒരു കുളം. ഈ കുളം നീന്തി കിടക്കുന്നവരാരാണോ അയാൾക്ക് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കും എന്നുള്ളതാണ് മത്സരം. ഇവിടെ ഒരുപാട് യോദ്ധാക്കന്മാരും യുവരാജാക്കന്മാരൊക്കെ വന്നുകൂടി ആ മത്സര ദിവസം. പക്ഷെ ആരും തന്നെ ആ കുളത്തിൽ ചാടാനോ നീന്താനോ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരാളിങ്ങനെ നീന്തി വരുന്നത് എല്ലാവരും കാണാം. വലിയ കരഘോഷങ്ങൾക്ക് ശേഷം അയാളിങ്ങനെ നീന്തി കയറിയപ്പോ തന്നെ എല്ലാ ജനങ്ങളും വലിയ ഒച്ചപ്പാടുണ്ടാക്കി ഓടിച്ചെന്ന് അയാളെ എടുത്ത് തോളത്ത് വെച്ചു. രാജാവിനും വലിയ സന്തോഷമായി. തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും ധൈര്യശാലിയായ ഒരു ധീരനായ ഒരാളെ കിട്ടിയ സന്തോഷത്തിലാണ് രാജാവ്. എന്തായാലും അയാളെ തോളത്ത് ജനങ്ങള് കയറ്റി മാത്രമല്ല, അയാളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കുകയാണ്, അലറാണ്. ആരടാ എന്നെ തള്ളിയിട്ടത്, എന്നെ താഴ്ത്തിറക്ക്, അവനിങ്ങോട്ട് മുന്നോട്ട് വരട്ടെ, എനിക്ക് ആളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സത്യത്തില് ഈ കഥയിൽ ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാളൊരിക്കലും രാജാവിന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ധൈര്യസമേതം വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ ആളായിരുന്നില്ല എന്നുള്ളതാണ്. ആരോ തള്ളിയിട്ടപ്പോ ചാടിയതാണ്, പ്രാണരക്ഷാർത്ഥം നീന്തി കയറിയതാണെന്നുള്ളതാണ്. അതേ സമയത്ത് ഇയാളും മറ്റുള്ളവരെ പോലെ മടിച്ചു നിൽക്കുകയായിരുന്നു. ഇത്രയും കഴിവുണ്ടായിട്ടും മറ്റുള്ളവരെ പോലെ മടിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇത്തരത്തിലാണ്. ഒരുപക്ഷെ കഴിവുണ്ടായിട്ടും മടിച്ചു നിൽക്കുന്നവരാണ്. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ തള്ളിയിട്ട് കഴിഞ്ഞാല് ജീവരക്ഷാർത്ഥം അക്കരെ നീന്തി കയറാൻ മാത്രം കഴിവുള്ളവരാണ്. ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോ മറ്റുള്ളവർ തള്ളിയിടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട, നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ചാടി നീന്തി അക്കരെ പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.